കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ വലുതാകുന്ന നഗരം. ആ നഗരത്തിന് ഭംഗി നൽകുന്ന ചിഹ്നങ്ങൾ ഏറെയുണ്ട്. സൗദിയുടെ ഭൂപ്രകൃതിയെ മനോഹരമാക്കി നിർത്തുന്ന ചില ചിഹ്നങ്ങളുണ്ട്. തലസ്ഥാനമായ റിയാദിലടക്കം അത് നമുക്ക് കാണാനാകും. ആരാണ് ഇതിനെല്ലാം പിറകിൽ പ്രവർത്തിച്ചത്? അതിൻ്റെ കഥ ഒരു മലയാളിയിലേക്കാണ് എത്തിച്ചേരുക. ഇക്കാണുന്ന സൗദിയിലെ മനോഹരമായ ലാൻഡ്സ്കേപ്പിന്റെ പിന്നാമ്പുറം തേടിപ്പോയാൽ എത്തുക ഈ മലയാളിയിലേക്കാണ്. റിയാദ് വില്ലാസ് എന്ന ഒറ്റ വാക്കിൽ വിരിയുന്ന ഡോക്ടർ MK സൂരജ്. ചുവന്ന കണ്ണൂരിൽ നിന്നും സൗദിയിലേക്ക് ചിറക് വിരിച്ച് പറന്ന മനുഷ്യൻ. സൗദി അറേബ്യയിലെ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അനുമതിയോടെയുള്ള 100% വിദേശ നിക്ഷേപ സ്ഥാപനമായ റിയാദ് വില്ലാസ് കോൺട്രാക്ടിംഗ് കമ്പനിയുടെ ഫൗണ്ടർ, അതിന്റെ CEO. ഈ നിലകളിൽ സൗദി ബിസിനസ് മേഖലയിലും നിർമ്മാണ മേഖലയിലും സുപരിചിതൻ. റിയാദ് വില്ലാസിന്റെ മേൽനോട്ടം പടുത്തുയർത്തിയ അത്ഭുതകരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ സൗദിയിലുടനീളം ഇന്ന് ഉയർന്നു നിൽക്കുന്നുണ്ട്. പാണയിൽ കുഞ്ഞനന്ദന്റെ മകനായ സൂരജ് സൗദിയിലെത്തിയ ഒരു കഥയുണ്ട്. 1100 റിയാൽ മാത്രം ശമ്പളത്തിൽ സൗദിയിലെത്തുന്നത് ഒരു ഒളിച്ചോട്ടത്തിലൂടെയാണ്. ഞാൻ മിലിറ്ററിയിലേക്ക് എൻറോൾമെൻറ്റ്, മിലിറ്ററിയാണ് എല്ലാം എന്നുള്ള രീതിയിൽ. അന്ന് കരിയർ ഗൈഡൻസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞ സമയത്ത് AMIക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ മിലിറ്ററിയിലേക്ക്, സ്പോർട്സ്മാൻ ആയതുകൊണ്ട് തന്നെ ഒരു വിഷമവും ഇല്ലാതെ എനിക്കതിൽ കിട്ടി. ബേസിക് ട്രെയിനിങ് കഴിഞ്ഞു, തിരിച്ചു വന്നു, ടെക്നിക്കൽ ട്രെയിനിങ് തുടങ്ങി. പിന്നെ മനസ്സിലായി അത് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ നല്ലൊരു ആളുടെ അഡ്വൈസ് എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ മിലിറ്ററിയിൽ നിന്ന് ക്യാഷ്വൽ ലീവ് എടുത്ത് വന്നു, തിരിച്ചു പോയില്ല. പോലീസ് പരിധി വന്നു, ഡൽഹിയിലേക്ക് മുങ്ങി തന്നെ പറയാം. അതിനുശേഷം അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തു, ബാക്കിയുള്ള പഠിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അവിടെ നിന്നാണ് എനിക്കൊരു ദിവസം ഒരു ഇൻ്റർവ്യൂ സൗദിയിലേക്ക് വന്നു. എനിക്കെന്തായാലും ഡൽഹിയിലേക്കും പോലീസ് പരിധി വന്നല്ലോ. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഓട്ടം എന്ന് പറയാം. ഒന്നാമത്തെ ഓട്ടം മിലിറ്ററിയിൽ നിന്ന് നാട്ടിലേക്ക്, രണ്ടാമത്തെ ഓട്ടം നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക്, മൂന്നാമത്തെ ഓട്ടമാണ് നേർക്ക് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് സൗദിയിലേക്ക്. സൗദി അറേബ്യയിലെ റിയാദ് വില്ലാസ് ജിറ്റ്കോ ട്രേഡിംഗ് സംരംഭങ്ങളുടെയും സാന്നിധ്യം വഹിക്കുന്നതിനൊപ്പം തന്നെ സ്വന്തം നാടായ കണ്ണൂരിന്റെ മണ്ണിലും അനേകം സംരംഭങ്ങൾ പടുത്തുയർത്തി. കൺസ്ട്രക്ഷൻ, ഹോസ്പിറ്റൽ, ഫാർമസി, ഹോസ്പിറ്റാലിറ്റി, ട്രേഡിംഗ് തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിൽ ഇന്ത്യ, സൗദി, UAE, ബഹ്റൈൻ, ഒമാൻ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലായി നിരവധി സംരംഭങ്ങൾ സൂരജിനുണ്ട്. സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ വൈവിധ്യമായ ദിശകളിൽ ഒരുപാട് പദ്ധതികളും നടപ്പാക്കി. എൻ്റെ കൂടെ സുഭാഷ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. 7ാം ക്ലാസ് വരെ. അവനായിരുന്നു A ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കും B ക്ലാസ്സിൽ ഞാനായിരുന്നു ഫസ്റ്റ് റാങ്ക്. അപ്പോൾ 2 ക്ലാസ്സുകളാണ് നമ്മൾ വായ്പറമ്പ് UP സ്കൂളിൽ. അപ്പോൾ ഒരു സമയം കഴിഞ്ഞപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞു, അവൻ വേറെ സ്കൂളിൽ പോയി, ഞാൻ വേറെ സ്കൂളിൽ പോയി. പിന്നെ ഞാൻ ഇങ്ങനെ ഗൾഫിലൊക്കെ വന്നു. ഒരു 35 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെന്താ ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്തപ്പോൾ അവനൊരു മത്സ്യത്തൊഴിലാളിയായിട്ട് ജീവിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഞാൻ കണ്ടത്, റിയാലിറ്റി. അപ്പോൾ ഒരു വ്യക്തിക്ക് അവരുടെ പേരൻസ് നഷ്ടപ്പെടുന്നതാണെങ്കിൽ എന്ത് കഴിവുണ്ടെങ്കിലും അവർക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് ഇല്ല എങ്കിൽ അവരുടെ ലൈഫ് തന്നെ ദുരിതത്തിലേക്ക് പോകുന്നുള്ളതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിളാണ് ഞാൻ അവരിലൂടെ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാരും ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടിയിട്ട് ആ സമയത്ത് ഇവിടെ ഞാൻ ബദാം കമ്പനിയിൽ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായ ഒരു ആശയമാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ച് നല്ല രീതിയിൽ അങ്ങനെ കഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ചെറിയ ബിസിനസ് പ്ലാനൊക്കെ ഉണ്ടാക്കി അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റി. എൻ്റെ കമ്പനിയിൽ, ബദാം കമ്പനിയിൽ 1 വർഷം മുമ്പേ നോട്ടീസ് കൊടുത്തു, എനിക്ക് മൂവ് ചെയ്യണം, പ്ലാനിങ് ടു മൈ ഓൺ ബിസിനസ്. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തു. അവരുടെ നിസാൻ പാത്ത് ഫൈൻഡർ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി അവരെനിക്ക് ഗിഫ്റ്റായി തന്നു, എക്സ്ട്രാ എമൗണ്ട് തന്നു. അവർ പറഞ്ഞു, സൂരജ് ഓൾ ദ ബെസ്റ്റ്, അപ്പോൾ നിൻ്റെ ലൈഫാണ്, ഞാനും ഇതുപോലെ തന്നെ തുടങ്ങിയതാണ്. ആ കമ്പനിയുടെ ഓണറിനോട് പറഞ്ഞ വാക്കുകളാണ്. ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ കല, സംസ്കാരം, വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം തുടങ്ങിയ വൈവിധ്യമായ മേഖലകളിലും കയ്യൊപ്പ് പതിപ്പിക്കാൻ ദയക്കായിട്ടുണ്ട്. അത് നടത്തുന്നത് സൂരജിന്റെ ചെറുപ്പം മുതൽ കൂട്ടായുള്ള 30ഓളം പേരാണ്. സൗദിയിലേക്ക് വരുമ്പോൾ, നിക്ഷേപം ഇറക്കുമ്പോൾ മുന്നറിയിപ്പുമായി പലരുമുണ്ടായിരുന്നു. 2006 തന്നെ സൗദിയിൽ നിക്ഷേപകനായി എന്ന നേട്ടം കൂടിയുണ്ട് സൂരജിന്. എന്നെ നോക്കിയ നാടാണ് ഈ സൗദി അറേബ്യ എന്ന് പറയുന്നത്.
അപ്പോൾ സൗദി അറേബ്യയിൽ തന്നെ ആണ് എൻ്റെ 15 വർഷത്തെ ലൈഫ്. അപ്പോൾ അവിടെയാണ് എനിക്ക് ഏറ്റവും കറേജിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീലിംഗ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തുടങ്ങിയ 5 വർഷം കൊണ്ട് തന്നെ എന്നെ ഡിസ്കറേജ് ചെയ്ത ആൾക്കാർ ചോദിച്ചു, നീ എങ്ങനെയാണ് FDI സ്കീമിൽ 100% ഓണറായിക്കൊണ്ട് എങ്ങനെ ചെയ്തു? അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി പോലും ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2006 ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ അല്ലെങ്കിൽ സാഗിയുടെ അണ്ടറിൽ 100% ഫോറിൻ ഓണായിക്കൊണ്ട് ലൈസൻസ് കിട്ടുമെന്നുള്ളത് പോലും അറിയാത്ത സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഭാര്യ ഷംന, മകൻ ആദിഷ്, മകൾ അമിത, സഹോദരന്മാരായ ശ്രീജിത്ത്, രാകേഷ്, സുഹൃത്തുക്കൾ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അഴീക്കോട് ഗ്രാമനിവാസികൾ എന്നിവരുടെ പൂർണ്ണ പിന്തുണയും കഠിനാധ്വാനവുമാണ് തന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമേകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അച്ഛൻ പാണയിൽ കുഞ്ഞനന്ദനും അമ്മ വിജയലക്ഷ്മിയും പകർന്ന നന്മയുടെ പാഠങ്ങളാണ് തന്റെ പ്രവർത്തനങ്ങളിലുടനീളം പ്രവർത്തിക്കുന്നതെന്നും സൂരജ് പറയുന്നു. ബിസിനസ് മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്കായി മീഡിയ വൺ ഏർപ്പെടുത്തിയ ബിസിനസ് എക്സലൻസ് അവാർഡ് ഒടുവിൽ അങ്ങനെ MK സൂരജിലേക്ക് എത്തി. തിരുവനന്തപുരത്ത് വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ മന്ത്രി JR അനിലിൽ നിന്നും അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങി. ഏത് അവാർഡാണെങ്കിലും അത് വാങ്ങുന്നതിൽ ആ വ്യക്തിക്ക് മാത്രമല്ല പങ്ക്, അവിടെ കൂടിയുള്ള സുഹൃത്തുക്കൾക്കും സ്റ്റാഫ്സിനും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇത് സോഷ്യൽ അവാർഡാണ്. അപ്പോൾ സോഷ്യൽ അവാർഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഡെഡിക്കേറ്റഡ് ആൻഡ് ഇറ്റ്സ് ഫോർ ദം ആക്ച്വലി. ഇന്ന് റിയാദിന്റെയും സൗദിയുടെ ഓരോ ഭാഗങ്ങളിൽ വരുന്ന വൻകിട പദ്ധതികളിലും നഗരത്തെ മനോഹരമാക്കുന്ന ഓരോ ചിഹ്നങ്ങളിലും ഒരു മലയാളി സ്പർശമുണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാം. ഹൃദയത്താൽ സൂരജിനെ അഭിനന്ദിക്കാം.